ഹലോ, അസ്സലാമു അലൈക്കും. പിന്നെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ചധികം പുഡിങ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ, അധികം പണിയൊന്നുമില്ല. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ്. എല്ലാ പുഡിങ്സും നല്ല ടേസ്റ്റുണ്ട് കഴിക്കാനായിട്ട്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുഡിങ്സിൻ്റെ റെസിപ്പി എടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓരോന്നും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ഷെയർ ചെയ്യുന്നത് പൈനാപ്പിൾ ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. അപ്പോൾ ഇത് ചൈന ഗ്രാസ് ഒന്നും ചേർക്കാത്ത പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ തികച്ചും ക്രീമി ടെക്സ്ചറാണ് ഈ ഒരു പുഡിങ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത പൈനാപ്പിളാണ് വേണ്ടത്. അപ്പോൾ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയൊക്കെ മതിയാകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത ശേഷം 1.5 കപ്പ് എടുത്താൽ മതി. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 1.5 കപ്പോളം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഈ ഒരു പൈനാപ്പിൾ വേകുമ്പോൾ വെള്ളം ഇറങ്ങി വരും. അതുപോലെ ഈ ഒരു പഞ്ചസാര മെൽട്ടായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെ ഇത് നന്നായിട്ട് ഈ ഒരു പഞ്ചസാരയിൽ തന്നെ വേവിച്ചെടുക്കണം. ഒന്ന് വെന്ത് ഉടയുന്ന വരെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതിൽ നിന്നും വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ഈ ഒരു വെള്ളമൊക്കെ കുറച്ച് വറ്റും. ഇപ്പോൾ പൈനാപ്പിൾ പാകത്തിന് വെന്തിട്ടുണ്ട്. വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ പൈനാപ്പിൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള വെള്ളവും വറ്റിയിട്ടുണ്ട്. അങ്ങനെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കണമെന്നില്ല. ഒരു പൊടിക്ക് വെള്ളം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇതിൽ അത്ര വെള്ളമൊന്നുമില്ല. എന്നാലും ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലോട്ട് 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായി പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എഗ് ബീറ്റർ ഇല്ലെങ്കിൽ എന്തെങ്കിലും വിസ്ക് വെച്ചിട്ടൊക്കെ ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇലക്ട്രിക് എഗ് ബീറ്റർ തന്നെ വേണമെന്നില്ല. ഉണ്ടെങ്കിൽ ഇതിൽ ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു പഞ്ചസാര പൊടിച്ച് വെച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും ഈ ഒരു പഞ്ചസാരയും ബട്ടറും കൂടെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ മൊത്തം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ 1 കപ്പ് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml ഈ ഒരു പാക്കറ്റ് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കുറേ തിക്കായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നമുക്ക് തിക്കായി കിട്ടുന്നുണ്ട്. അങ്ങനെ വിപ്പിംഗ് ക്രീം പോലെ കേക്കിനൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ അത്രയും തിക്കല്ല, ചെറുതായിട്ട് തിക്കായി കിട്ടുന്നുണ്ട്. അപ്പോൾ അത്ര മാത്രം മതി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഒരു ക്രീമി പരുവത്തിലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഒരുപാട് നേരം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. ഇനി ഒരു തവി വെച്ചിട്ട് ഒരു സ്പാച്ചില എന്തെങ്കിലും വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പൈനാപ്പിളും ബട്ടറും ഫ്രഷ് ക്രീമും കൂടെ എല്ലാം കൂടെ ചേർന്ന് ഒരു വേറെ ഒരു ടേസ്റ്റാണ് കേട്ടോ മൊത്തത്തിൽ. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അതുപോലെ ഇതിൽ വെള്ളമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് മാറ്റി വെക്കുക. വെള്ളത്തോടെ ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു ക്രീം നല്ലോണം ലൂസായി പോകും. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലോട്ട് ചൈന ഗ്രാസ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്ത് അങ്ങനെ ഒരു സെറ്റായി കിട്ടുന്ന പുഡിംഗ് അല്ല ഇത്. ഒരു ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കാനുണ്ട്.
പിന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ട്രേയിലോട്ട് മാരി ബിസ്ക്കറ്റ് ഒന്ന് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ പാൽ വേണം അതിന്. ചെറുതായിട്ട് തിളപ്പിച്ച ചെറിയൊരു ചൂടുള്ള പാലാണിത്. അപ്പോൾ ഈ ഒരു പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ബിസ്ക്കറ്റ് ഒന്ന് നിരത്തി കൊടുക്കണം. അപ്പോൾ ഈ ഒരു പാലിലോട്ട് ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അപ്പം തന്നെ എടുത്തിട്ട് ഈ ഒരു ട്രേയിലോട്ട് നിരത്തി കൊടുക്കുക. ഒരുപാട് നേരം പാലിലിട്ട് കൊടുക്കരുത്, അപ്പോൾ നല്ലോണം അത് അലിഞ്ഞു പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക, അപ്പം തന്നെ എടുക്കുക. ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ പാല് ചെറിയ ചൂടുള്ള പാൽ മാത്രം മതി, ഒരുപാട് ചൂടുള്ള പാൽ എടുക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഒരു ലെയർ മാത്രം കൊടുത്താൽ മതി. ഈ ഒരു രീതിയിലാക്കി എടുത്താൽ മതി, 2 ലെയർ കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഗ്യാപ്പുള്ളത് എടുത്തൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു പൈനാപ്പിൾ മിക്സ്, പൈനാപ്പിളും ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഫുള്ള് കവറാകുന്ന രീതിയിൽ കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണിച്ച ഈ ഒരളവിൽ ഇതുപോലുള്ള ട്രേയിൽ ഒരു ട്രേ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ബാലൻസ് ഒന്നും വന്നിട്ടില്ല, മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ വേണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി പൈനാപ്പിൾ വേവിച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ കുക്കിംഗ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുമ്പോൾ. പിന്നെ ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കുറച്ചൊന്ന് തണുത്ത് സെറ്റായിട്ട് കിട്ടും. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ ചേർത്ത ബിസ്ക്കറ്റോട് കൂടിയിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുഡിങ് പോലെ അങ്ങനെ മുറിച്ചെടുക്കുന്ന സംഭവമല്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് ബട്ടർ പുഡിങ്ങാണ്. അപ്പോൾ ഇതും ഒരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ് കേട്ടോ. പക്ഷേ ചൈന ഗ്രാസൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. എന്നാലും ബട്ടറൊന്നും ഒരുപാട് ചേർക്കുന്നില്ല, കുറച്ചേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് കാരമൽ ചെയ്തിട്ടൊക്കെയാണ് ചേർത്തെടുക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ 8 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 10 ഗ്രാം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണെങ്കിൽ ചെറിയൊരു പീസ് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ 8 ഗ്രാം ചൈന ഗ്രാസും ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ബട്ടർ ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ 50 ഗ്രാം ബട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ നേരെ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് മെൽട്ടായി വരുമ്പോഴേക്കും ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇത് തിളച്ച് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചാൽ മതി. ഇതിപ്പോൾ നന്നായി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്, നല്ലോണം കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ ഇത് ചൂടാറി കഴിയുമ്പോൾ കട്ടിയായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നല്ലോണം സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പതറി വരും. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക സാവധാനം. അപ്പോൾ ഒരു ചൂടുള്ള പാല് ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ചെറുതായിട്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. എന്തായാലും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ പിന്നീട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാൻ വേറെ അടുപ്പിൽ നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, അവിടെ മെൽറ്റ് ആയിക്കോളും. പിന്നെ പാല് തിളക്കുന്ന സമയം കൊണ്ട് ചൈന ഗ്രാസും കൂടെ മെൽറ്റായി കിട്ടിയാൽ ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്, അതുപോലെ പാലും ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ചൈന ഗ്രാസ് ഈ ഒരു പാലിലോട്ട് ചേർത്തിട്ട്
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുറേ പേര് പറയാറുണ്ട് ചൈന ഗ്രാസ് ചേർത്ത് തിളപ്പിച്ചെടുക്കുമ്പോൾ പാല് പിരിഞ്ഞ പോലെ വരാറുണ്ടെന്ന്. എനിക്കൊരിക്കലും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ വന്നാൽ തന്നെ നല്ലോണം ചൂടാറി കഴിയുമ്പോൾ ഒരു ബ്ലെൻഡറിലിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പാകത്തിന് ആയിക്കോളും. ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കൊരു ബ്ലെൻഡറിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ 250 ml 1 കപ്പ് ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 400 ഗ്രാം ഒരു ടിന്നിൻ്റെ നിരപ്പകുതി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ഈ ഒരു കാരമൽ ചെയ്ത ബട്ടറും പഞ്ചസാരയും കൂടെ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. പിന്നെ ഇതിലോട്ട് തന്നെ നമുക്ക് പാലും കൂടെ, നമ്മൾ നേരത്തെ ചൈന ഗ്രാസും കൂടെ ചേർത്ത് തിളപ്പിച്ച് വെച്ച പാല് ഇതിലോട്ട് തന്നെ ചേർത്തിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പക്ഷേ പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ട് മാത്രം ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ എല്ലാം ഓപ്പണായിട്ട് പുറത്ത് പോകും. അതിന് വേണ്ടിയിട്ട് ബ്ലെൻഡറിലോട്ട് പാല് ചേർത്ത് കൊടുക്കാതെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ തിളപ്പിച്ച് വെച്ച ഈ ഒരു പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പാല് നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ നല്ലോണം ചൂടാറി കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴും നന്നായി മിക്സായി കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് നല്ലോണം മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ ഇതുപോലുള്ള ഒരു ട്രേയും, ഇതിപ്പോൾ കുറച്ച് ചെറിയ ട്രേ ആണ്. അപ്പോൾ ഈ ഒരു ട്രേയിലും പിന്നെ ഞാൻ വേറൊരു ചെറിയൊരു ബൗളിലും കൂടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊന്ന് സെറ്റായ ശേഷം ഇതിലോട്ട് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് തന്നെ വെച്ചാൽ മതി. അപ്പോൾ കുറച്ചൊന്ന് സെറ്റായി കിട്ടുന്നുണ്ട്. എന്നിട്ട് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ അത് താഴെ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സെറ്റാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. കുറച്ചൊന്ന് സെറ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി ഇതിലോട്ട് കാരമൽ ചെയ്ത കാഷ്യൂ ക്രഷ് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാരമൽ ചെയ്ത പാനിൽ തന്നെ കാഷ്യൂ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ചെറിയ ഫ്ലേവറായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഇത് നമുക്കൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ, താഴത്തെ തട്ടിൽ. അപ്പോൾ പാകത്തിന് സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് പാകത്തിന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ്. അതുപോലെ ഞാൻ ഈ ഒരു ബൗളിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലുള്ള ബൗളിൽ. അപ്പോൾ ഇതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ക്രീമി ടെക്സ്ചറിലുള്ള പുഡിങ്ങാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, ആ ഒരു ബട്ടർ കാരമൽ ചെയ്തതൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഷെയർ ചെയ്യുന്നത് കാഷ്യൂ പുഡിങ്ങാണ്. കാഷ്യൂ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള കാഷ്യൂ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ കാണുമ്പോൾ ബട്ടർ പുഡിങ് ആ ഒരു രീതിയിൽ തന്നെ കാണുന്നുണ്ട്. പക്ഷേ ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ ഇത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് കാഷ്യൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ജെലറ്റിൻ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 ടേബിൾ സ്പൂണ് ജെലറ്റിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൈന ഗ്രാസ് വെച്ചിട്ടും ചെയ്യാം. ചൈന ഗ്രാസ് ആണെങ്കിൽ 8 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ജെലറ്റിന് പകരം എത്ര ചൈന ഗ്രാസ് എടുക്കണം, അതുപോലെ ചൈന ഗ്രാസിന് പകരം എത്ര ജെലറ്റിൻ എടുക്കണം, ആ ഒരു രീതിയിലുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, വേണമെങ്കിൽ കണ്ടോളൂ. പിന്നെ നമുക്കിതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കാഷ്യൂ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നെയ്യൊന്നും ചേർക്കാതെ പാനിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് അരക്കാൻ പാകത്തിന് പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അരക്കാൻ പാകത്തിനുള്ള പാലാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് 2 കപ്പ് പാല്, 1/2 ലിറ്റർ പാലാണ്. അപ്പോൾ അതിൽ നിന്നും 1/4 കപ്പ് പാലെടുത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള പാൽ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 ലിറ്റർ പാലിൽ നിന്നും 1/4 കപ്പ് പാൽ നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 1/4 കപ്പ് പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാകത്തിനുള്ള മധുരമാണ്. പിന്നീട് നമ്മൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിള വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് ജെലറ്റിൻ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി തിള വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു ജെലറ്റിൻ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ഈ ഒരു കാഷ്യൂ പേസ്റ്റിലോട്ട് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ്. അപ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് 1/2 ടിന്നോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ഈ ഒരു പാല്, ജെലറ്റിനും കൂടെ ചേർത്ത് തിളപ്പിച്ച് വെച്ച ഈ ഒരു പാലും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ചൈന ഗ്രാസ് ആണെങ്കിലും മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാല് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി, നമ്മൾ നേരത്തെ ബട്ടർ പുഡിങ്ങിലോട്ട് ചെയ്ത പോലെ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ടെല്ലാം പാകത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 മണിക്കൂറോളം താഴത്തെ തട്ടിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇത്. അപ്പോൾ ഇതിലും ബാക്കിയുള്ളത് വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറച്ചൊന്ന് സെറ്റായ ശേഷം ഇതിലോട്ട് ഇഷ്ടമുള്ളത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ കാരമൽ ചെയ്ത കാഷ്യൂ ക്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നല്ലോണം സെറ്റായതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇത് പാകത്തിന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, ഈ ഒരു കാഷ്യൂ പുഡിങ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ചെയ്ത റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്